സൂംബ ലോകമെമ്പാടും ജനപ്രിയമായ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ ഈ നൃത്തരൂപം അവതരിപ്പിച്ചപ്പോൾ ചില മതമൗലികവാദികൾ ഇതിനെ സദാചാര ദൃഷ്ടിയാൽ വിമർശിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. സൂംബ ഡാൻസ് നൃത്തവും വ്യായാമവും സമന്വയിപ്പിക്കുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. സൂംബയുടെ പ്രത്യേകത അതിൻ്റെ ലളിതവും ആസ്വാദികരവുമായ ചലനങ്ങളാണ്. 1 മണിക്കൂർ സൂംബ ക്ലാസ്സിൽ 300 മുതൽ 600 കലോറി വരെ കത്തിച്ച് കളയാൻ സാധിക്കും. മാനസിക ഉന്മേഷം ഇതിൽ ബോണസാണ്. എന്നാൽ സൂംബ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണെന്നും ഇതിന് പ്രത്യേക വസ്ത്രനിയമങ്ങൾ ആവശ്യമില്ലെന്നും ആരോഗ്യപരമായ ഗുണങ്ങൾ ഉള്ള ഒരു വ്യായാമ രീതിയാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. നൃത്തം എന്നത് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ ഒരു പ്രധാന ഉപാധിയാണ്. സംഗീതത്തിന്റെ താളലയത്തിൽ ശരീരത്തെ ചലിപ്പിക്കുന്ന ഈ കലാരൂപം ശരീരത്തിന്റെ ഊർജ്ജസ്വലതയും മനസ്സിന്റെ ഉന്മേഷവും വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേക രൂപമാണ് സൂംബ ഡാൻസ്. ഒരു നൃത്തം എന്നതിനപ്പുറം ആരോഗ്യവും ഫിറ്റ്നസും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ആധുനിക വ്യായാമ രീതി. സൂംബ ലോകമെമ്പാടും ജനപ്രിയമായ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമായി മാറിയിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ ഈ നൃത്തരൂപം അവതരിപ്പിച്ചപ്പോൾ ചില മതമൗലികവാദികൾ ഇതിനെ സദാചാര ദൃഷ്ടിയാൽ വിമർശിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഈ സാഹചര്യത്തിൽ സൂംബ ഡാൻസിന്റെ ചരിത്രവും പ്രാധാന്യവും അതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളും കേരളത്തിലെ വിവാദങ്ങളുടെ പശ്ചാത്തലവും ഒരു പ്രചോദനാത്മകവും ഉദ്യോഗം ജനിപ്പിക്കുന്നതുമായ രീതിയിൽ വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്വാഗതം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഈ ചാനലിൻ്റെ മുന്നോട്ട് പോക്കിന് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സൂംബ ഡാൻസിൻ്റെ ചരിത്രം അറിയണമെങ്കിൽ 1990കളിലേക്ക് തിരിച്ചു പോകണം. കൊളംബിയയിലെ കാലിയിൽ നിന്നാണ് ഈ ഫിറ്റ്നസ് നൃത്തരൂപം ഉടലെടുക്കുന്നത്. ബെർട്ടോ പെരേസ് എന്ന കൊളംബിയൻ നർത്തകനും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുമാണ് സാംബയുടെ സൃഷ്ടാവ്. ഒരു ദിവസം തൻ്റെ എയറോബിക്സ് ക്ലാസ്സിനുള്ള സംഗീത CD മറന്നുവെച്ച ബെർട്ടോ തൻ്റെ കാറിലുണ്ടായിരുന്ന ലാറ്റിൻ അമേരിക്കൻ സംഗീത ടേപ്പുകൾ ഉപയോഗിച്ച് തൻ്റെ വിദ്യാർത്ഥികളെ നൃത്തചലനങ്ങളിലൂടെ വ്യായാമം ചെയ്യിപ്പിച്ചു. ഈ അനുഭവം പരമ്പരാഗത എയറോബിക്സിൻ്റെ രീതിയെ മറികടന്ന് രസകരവും ഊർജ്ജസ്വലവുമായ ഒരു വ്യായാമ രീതിയായി മാറി. അങ്ങനെ ആകസ്മികമായ ഈ കണ്ടെത്തൽ സൂംബ എന്ന പേര് നേടി. സൂംബ എന്ന വാക്കിൻ്റെ അർത്ഥം സ്പാനിഷിൽ ചലിക്കുക, ആഘോഷിക്കുക എന്നാണ്. 2001 ബെർട്ടോ പെരേസ്, ആൽബർട്ടോ പേൾമാൻ, ആൽബർട്ടോ അഗിയോൺ എന്നിവരുമായി ചേർന്ന് അമേരിക്കയിൽ സൂംബ ഫിറ്റ്നസ് എന്ന കമ്പനി സ്ഥാപിച്ചു. ഇവർ സൂംബയെ ഒരു ആഗോള ഫിറ്റ്നസ് ബ്രാൻഡായി വളർത്തി. ഇന്ന് 180-ലധികം രാജ്യങ്ങളിൽ സൂംബ ജനപ്രിയമാണ്. ഏകദേശം 15 ദശലക്ഷം ആളുകൾ ഓരോ ആഴ്ചയും സൂംബ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. സൂംബ ഡാൻസ് നൃത്തവും വ്യായാമവും സമന്വയിപ്പിക്കുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. സൂംബയുടെ പ്രത്യേകത അതിൻ്റെ ലളിതവും ആസ്വാദികരവുമായ ചലനങ്ങളാണ്. ഇതിന് പ്രത്യേക യൂണിഫോമോ സങ്കീർണമായ നൃത്തഘടനകളോ ആവശ്യമില്ല. എല്ലാ പ്രായത്തിലുള്ളവർക്കും ഫിറ്റ്നസ് തലം പരിഗണിക്കാതെ സൂംബയിൽ പങ്കെടുക്കാൻ കഴിയും. ഊർജ്ജസ്വലമായ സംഗീതമാണ് ഇതിൻ്റെ ഏറ്റവും മനോഹാരിത. ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ, ബോളിവുഡ്, ഹിപ്ഹോപ്പ് താളങ്ങൾ സൂംബയെ ആകർഷകമാക്കുന്നു. ലളിതമായ ചലനങ്ങൾ സൂംബയെ കൂടുതൽ ആകർഷകമാക്കുന്നു. സൂംബയിലെ ഡാൻസ് ചുവടുകൾ പഠിക്കാൻ എളുപ്പമാണ്. ഇത് തുടക്കക്കാർക്കും അനുയോജ്യമാകുന്നു. ഫിറ്റ്നസ് ഗുണങ്ങളാണ് മറ്റൊരു പ്രത്യേകത. 1 മണിക്കൂർ സൂംബ ക്ലാസ്സിൽ 300 മുതൽ 600 കലോറി വരെ കത്തിച്ച് കളയാൻ സാധിക്കും. മാനസിക ഉന്മേഷം ഇതിൽ ബോണസാണ്. സൂംബ സമ്മർദ്ദം കുറയ്ക്കുകയും മാനസിക ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സൂംബ ഒരു നൃത്തം എന്നതിനപ്പുറം ഒരു സമഗ്ര വ്യായാമ രീതിയാണ്. ഇതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സൂംബ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. കാർഡിയോ വ്യായാമത്തിൻ്റെ ഒരു രൂപമായ ഇത് രക്തചക്രമണം മെച്ചപ്പെടുത്തുകയും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു. 1 മണിക്കൂറിൽ സൂംബ ഡാൻസ് 300 മുതൽ 600 കലോറി വരെ എരിച്ചു കളയുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. സൂംബയിലെ ചലനങ്ങൾ ശരീരത്തിൻ്റെ വിവിധ പേശികളെ ശക്തിപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് കാലുകൾ, കൈകൾ, വയർ എന്നിവ. സൂംബ എൻഡോർഫിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. സൂംബ ക്ലാസുകൾ സാമൂഹിക ഇടപെടലുകളെ പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് മറ്റൊരു സത്യമാണ്. കേരളത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ സൂംബ ഡാൻസ് ഉൾപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ചില മതസംഘടനകളും വ്യക്തികളും സൂംബയെ അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും കൂടിക്കലർന്ന് നൃത്തം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി വിമർശിച്ചു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സൂംബ ഡാൻസ് സദാചാര വിരുദ്ധമാണെന്നും ഇത് കുട്ടികളെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ അനുയോജ്യമല്ലെന്നും വാദിച്ചു. സമസ്ത യുവജന വിഭാഗം, മുജാഹിദ് യുവജന സംഘടനയും സമാനമായ വിമർശനങ്ങൾ ഉയർത്തി. ഈ വിമർശനങ്ങൾ സാംബയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ നിന്നാണ് ഉടലെടുത്തത്. പലരും സൂംബയെ സാംബ നൃത്തവുമായി തെറ്റിദ്ധരിച്ചു. എന്നാൽ സൂംബ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണെന്നും ഇതിന് പ്രത്യേക വസ്ത്രനിയമങ്ങൾ ആവശ്യമില്ലെന്നും ആരോഗ്യപരമായ ഗുണങ്ങൾ ഉള്ള ഒരു വ്യായാമ രീതിയാണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. സൂംബ ഒരു ആഗോള സാംസ്കാരിക പ്രതിഭാസമാണ്. ലാറ്റിൻ അമേരിക്കൻ സംഗീതവും നൃത്തവും ആഫ്രിക്കൻ, ബോളിവുഡ്, ഹിപ്ഹോപ്പ് തുടങ്ങിയ വിവിധ സാംസ്കാരിക ഘടകങ്ങളെ സംയോജിപ്പിക്കുന്ന ഈ നൃത്തരൂപം സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ആഘോഷമാണ്. ഇത് കേരളത്തിൽ പരമ്പരാഗത നൃത്തരൂപങ്ങളായ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവയെപ്പോലെ വലിയ പ്രാധാന്യമുള്ളവയാണ്. എന്നാൽ ആധുനിക ജീവിതശൈലിയിൽ ഫിറ്റ്നസിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സൂംബ ഈ ആധുനിക ജീവിതശൈലിയുമായി ചേർന്നു പോകുന്ന ഒരു നൃത്ത വ്യായാമ രൂപമാണ്.
സൂംബയെ എതിർക്കുന്നവർ ഇത് സദാചാര വിരുദ്ധമാണെന്ന് വാദിക്കുമ്പോൾ ഈ നൃത്തരൂപത്തിന്റെ ശാസ്ത്രീയവും ആരോഗ്യപരമായ വശങ്ങൾ പലപ്പോഴും അവഗണിക്കുകയാണ്. സൂംബ ഒരു ലൈംഗികതയോ അശ്ലീലതയോ പ്രോത്സാഹിപ്പിക്കുന്ന നൃത്തമല്ല. ഇതൊരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. ഇതിന്റെ ലക്ഷ്യം ശാരീരിക മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നതാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സൂംബ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവത്കരണത്തിന്റെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. ഇത് കുട്ടികളിൽ ശാരീരിക ഊർജ്ജവും മാനസിക ഉന്മേഷവും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. സൂംബ ആഗോളതലത്തിൽ തന്നെ ഒരു ഫിറ്റ്നസ് വിപ്ലവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലും ഈ നൃത്തരൂപം കൂടുതൽ ജനപ്രിയമാകാൻ സാധ്യതയുണ്ട്. വിദ്യാലയങ്ങളിൽ സൂംബ പോലുള്ള ആധുനിക ഫിറ്റ്നസ് പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ആരോഗ്യമുള്ള ജീവിതശൈലിയിലേക്ക് നയിക്കപ്പെടും. സമൂഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റി സൂംബയെ ഒരു ആരോഗ്യപരമായ പ്രവർത്തനമായി അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. സൂംബ ഡാൻസ് ഒരു നൃത്തരൂപം എന്നതിനപ്പുറം ആരോഗ്യവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ്. ബെർട്ടോ പെരസിന്റെ ആകസ്മികമായ കണ്ടെത്തലിൽ നിന്ന് ആഗോള ഫിറ്റ്നസ് പ്രസ്ഥാനമായി മാറിയ സൂംബ ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ വിവാദങ്ങൾ സാംസ്കാരികവും മതപരവുമായ തെറ്റിദ്ധാരണകളിൽ നിന്ന് ഉടലെടുത്തവയാണ്. എന്നാൽ ശാസ്ത്രീയവും ആരോഗ്യപരവുമായ വശങ്ങൾ പരിഗണിക്കുമ്പോൾ സൂംബ ഒരു സമൂഹത്തിന്റെ ശാരീരിക മാനസിക ക്ഷേമത്തിന് വലിയ സംഭാവനകൾ നൽകുന്നു. സൂംബയെ ഒരു ആഘോഷമായി കാണുക, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം. കേരളത്തിൻ്റെ പുതുതലമുറ ഈ ഊർജ്ജസ്വലമായ നൃത്ത വ്യായാമരൂപത്തെ സ്വീകരിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ ആസ്വദിക്കുകയും ചെയ്യട്ടെ. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവെക്കുക.